ഹലോ മക്കളെ, സുഖമാണോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഈവനിങ് സ്നാക്ക് ആണ്. അമ്മ ഉണ്ടാക്കുമ്പോൾ പോലും ഇതിന് ഇത്രയും രുചി ഉണ്ടാകുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ മാതങ്കി അമ്മാമ്മയെ കാണാൻ പോയപ്പോ ഒരു പരാതി പറഞ്ഞു. മഞ്ജു ആന്റി ഇപ്പൊ ഗോതമ്പുണ്ട ഉണ്ടാക്കി തരുന്നേ ഇല്ല. അമ്മാമ്മ ഉണ്ടാക്കി തരുമോ? എനിക്ക് കൊതിയാണ്. മോള് പോലും ഓർത്തിരിക്കുന്ന നല്ല രുചി, എന്നാ പിന്നെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്നായി ഞാൻ. അന്ന് ഈവനിങ് തന്നെ 1 കിലോ ശർക്കരയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. ചില വിഭവങ്ങളിൽ അമിതമായി മറ്റൊരു ചേരുവകളും നമ്മൾ ചേർക്കേണ്ടതില്ല. ഗോതമ്പുണ്ട ഇങ്ങനെ കഴിക്കുന്നതിനാണ് എനിക്കിഷ്ടം കേട്ടോ. ഏലക്കയൊക്കെ പൊടിച്ചു ചേർക്കുന്നവരുണ്ട്. എനിക്കങ്ങനെ മണമോ ഒന്നും വേണ്ട. ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് കഴിച്ചാൽ മതി, സോഫ്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി. മഞ്ജു ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ നാണമാണേ. അയ്യോ കുട്ടാ, എന്റെ കൈയും കാലും വരയ്ക്കുന്നേ, ഷടപടയെ ചെയ്തു തീർക്കുന്ന ഞാൻ എന്റെ കൈയും കാലം ഓടുന്നില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോതമ്പുണ്ടയിൽ നെയ്യ് ചേർക്കും തോറും അതിന്റെ മയവും കൂടും. ചൂടുവെള്ളത്തിൽ തന്നെ മാവ് കുഴയ്ക്കണം, അത് നിർബന്ധമാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ച് ഒരു ഗോളമാക്കി മാറ്റാം. ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തട്ടുതാ താഴേക്ക് ഇറക്കി വെക്കുകയാണേ. പൊടിച്ച ശർക്കര ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയാൽ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപക്ഷെ റെഡിയാകും. പക്ഷെ ഞാൻ നമ്മുടെ സാധാരണ ഉരുളൻ ശർക്കര വാങ്ങി ആവശ്യത്തിന് ചെത്തിയെടുക്കുകയായിരുന്നു. ഇതിലേക്ക് തേങ്ങ ചേർത്ത് നല്ലോണം കുഴയ്ക്കാം. കുഴച്ച് പിഴിഞ്ഞതിന്റെ ചാറെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാകും. ഇതിപ്പോ ആർക്കാ അറിയാത്ത അഞ്ജലിയെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഗോതമ്പുണ്ട പലരും ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഞ്ഞി പോലെ പരുവപ്പെടുത്തിയ മാവിന്റെ ഉള്ളിലേക്ക് നമുക്ക് തുറു വെച്ച് കൊടുക്കാം. ഗോതമ്പിന്റെയും തേങ്ങയുടെയും ഈ മിക്സിനെ തുറുവെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ഉള്ളിലേക്ക് ആ കൊത്ത് നിറച്ച് മടക്കി പൂ പോലെയാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാം. ഞാൻ എല്ലാവരെയും മക്കളെയും മോളെയും എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. ചേച്ചി പക്ഷെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കുട്ടാന്നാണ്. എന്നെ കുട്ടാന്ന് വിളിക്കുന്ന വേറെ ആരും തന്നെ ഇല്ല കേട്ടോ. ഓ കുട്ടാ, ശരി കുട്ടാ. അങ്ങനെ ഇഡ്ഡലി തട്ട് ചൂടായി ആവി വന്ന് തുടങ്ങുമ്പോൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പുണ്ട അതിലേക്ക് വെച്ചു കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ സംഗതി റെഡിയാണ്. നിങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് വെള്ളമാണ് കുടിക്കുന്നത്? മഞ്ഞൾപ്പൊടി വെള്ളം, അതുപോലെ തന്നെ ചൂടുവെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ കുടിക്കുന്നത് ഐമോദകത്തിന്റെ വെള്ളമാണ്. ശർക്കരപ്പാനി അതിൽ തളം കെട്ടിക്കിടക്കുന്നത് കണ്ടോ, ഊർന്നിറങ്ങിയിരിക്കുന്നത് കണ്ടോ, എന്റെ അമ്മോ ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെയും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ഒരുപക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ ചില വിഭവങ്ങളുണ്ടല്ലോ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. സ്ഥിരം വിഭവങ്ങളിൽ നമ്മൾ ഇങ്ങനെ തളച്ചിടപ്പെടും. ഇടയ്ക്കൊക്കെ പണ്ട് നമ്മൾ കഴിക്കുമായിരുന്ന തനി നാടൻ പലഹാരങ്ങളിലേക്ക് കൂടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കും ഒക്കെ സഞ്ചരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഈ നല്ല രുചികൾ പരിചയപ്പെടുത്താൻ മറക്കല്ലേ. അയ്യോ, ചോദിക്കാൻ മറന്നു. കുട്ടാ, ശർക്കരയുണ്ട ഫാൻ?